കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിക്കിടെയുണ്ടായ അപകടത്തിൽ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. മനുഷ്യന് അപകടം പറ്റിയിട്ട് പരിപാടി നിർത്തിവെക്കാൻ സംഘാടകർ തയ്യാറായോ എന്ന് ഹൈക്കോടതി ചോദിച്ചു. എന്താണ് ഇന്ന് ഹൈക്കോടതി കലൂരിലെ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് സംഘാടകരോട് ചോദിച്ച ചോദ്യങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് യഥാർത്ഥത്തിൽ അതിനുള്ള മറുപടി എന്നും കാണുകയും ചെയ്യാം. കലൂരിൽ ദിവ്യായുണ്ണിയുടെ നേതൃത്വത്തിൽ നടന്ന മെഗാ ഭരതനാട്യ ഷോ, ആ പരിപാടിയുടെ ഷോ നടക്കുന്നതിനിടയ്ക്കാണ് ഉമാ തോമസ് MLA വീണ് പരിക്കേൽക്കുന്നത്. വൈകുന്നേരം 6:15 ഉമാ തോമസ് MLA ഈ ഗാലറിയിൽ നിന്ന് താഴേക്ക് വീഴുന്നു, ഗുരുതരമായി പരിക്കേൽക്കുന്നു. അബോധാവസ്ഥയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു, വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുന്നു. ഈ സമയത്ത് എന്താണ് സംഭവിച്ചത്? കോടതി ചോദിക്കുന്നു ഇന്ന് സംഘാടകരോട്, ഈ അപകടം നടന്നിട്ടും പരിപാടി നിർത്തിവെക്കാൻ തയ്യാറായോ എന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം. സംഘാടകർക്ക് അതിനുള്ള മറുപടി ഉണ്ടായിരുന്നില്ല, തലകുനിച്ച് നിൽക്കേണ്ടി വന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് നമുക്ക് കാണാം. ആദ്യം നമുക്ക് ഉമാ തോമസ് MLA ആ പരിപാടി നടക്കുന്ന സ്ഥലത്ത് ഗാലറിയിൽ നിന്ന് വീഴുന്ന ദൃശ്യങ്ങൾ കാണാം. അതിനുശേഷം പരിപാടി നിർത്തിവെക്കാതെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതും നമുക്ക് കാണാം. സമയം 6 മണി കഴിഞ്ഞു. ഉദ്ഘാടന ചടങ്ങിന് തൊട്ടു മുമ്പുള്ള സമയത്താണ് ഉമാ തോമസ് MLA വേദിയിലേക്ക് എത്തുന്നത്. വേദിയിലെത്തി സീറ്റിൽ ഇരുന്നതിന് ശേഷം മന്ത്രിയെ കണ്ട് കുശലം പറയാനും കൈകൊടുക്കാനുമായി നിൽക്കുന്ന വേളയിലാണ് കാലുമടങ്ങി ഗാലറിയിൽ നിന്നും പിടിച്ച ക്യൂ മാനേജറിൽ തട്ടി താഴേക്ക് വീഴുന്നതും 12 അടി താഴ്ചയിലേക്ക് വീണ് ഗുരുതരമായി പരിക്കേൽക്കുകയാണ് ഉമാ തോമസ് MLAക്ക്. ഇത് സമയം 6:20-25 ഈ സമയത്ത് പരിപാടി നിർത്തിവെച്ചോ എന്നതാണ് ഇന്ന് ഹൈക്കോടതി ചോദിച്ച ചോദ്യം. അതിനുള്ള ഉത്തരമാണ് ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത്. ഉമാ തോമസ് MLA വെന്റിലേറ്ററിൽ അത്യാസന്ന നിലയിൽ കിടക്കുന്ന സമയത്ത് സ്റ്റേഡിയത്തിൽ കണ്ട കാഴ്ച. ഉമാ തോമസ് MLA വീണിട്ടും സ്റ്റേജിൽ പരിപാടി തുടരുകയായിരുന്നു. ദിവ്യായുണ്ണിയുടെ നേതൃത്വത്തിലുള്ള ഭരതനാട്യം പരിപാടി 12,000-ഓളം 11,600-ഓളം വിവിധ നർത്തകികളെ ചേർത്തുകൊണ്ട് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഉമാ തോമസ് MLA വെന്റിലേറ്ററിൽ ജീവന് വേണ്ടി പോരാട്ടം തുടരുമ്പോൾ, അതേ ഗാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റൊരു MLA ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആ പരിപാടി നിർത്തിവെക്കാതെ, ഒരൽപ്പം പോലും വൈകിപ്പിക്കാതെ കൃത്യസമയത്തു തന്നെ ആ പരിപാടി നടത്താൻ തിരക്ക് കൂട്ടുകയായിരുന്നു സംഘാടകർ എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ പരിപാടി ഉമാ തോമസ് MLA ഗാലറിയിൽ നിന്ന് വീണ് കഴിഞ്ഞിട്ട് നേരത്തെ നിശ്ചയിച്ച അതേ സമയത്തു തന്നെ നടന്നു എന്നതാണ്. അതിനുള്ള ചോദ്യം ഇതാണ്: സംഘാടകർക്ക് പണം മാത്രം മതിയോ എന്നുള്ളതാണ് ചോദ്യം. പണം വാങ്ങിയത് എന്തടിസ്ഥാനത്തിൽ എന്നുകൂടി ചോദിക്കുന്നുണ്ട്. നമുക്ക് ഈ ചോദ്യത്തിനുള്ള മറുപടി അന്ന് ആ നൃത്ത പരിപാടിയിൽ പങ്കെടുത്ത കലാകാരിയുടെ അമ്മ പറഞ്ഞത് ഒന്ന് കേൾക്കാം. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് കേരളം നടത്തുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കളെ അതിലേക്ക് വിടുന്നത്. ആദ്യഘട്ടത്തിൽ 2,000 രൂപ വാങ്ങിക്കുകയും പിന്നീട് 1,600 രൂപയോ 1,500 രൂപയോ പിന്നീട് ഇവർ വാങ്ങിക്കുകയും ചെയ്തു. ശരിക്കും 3,500 രൂപ ഒരു കുട്ടിയോട് ഇവർ വാങ്ങിക്കുമ്പോൾ 12,000 കുട്ടികളിൽ നിന്നും സംഘാടകരിലേക്ക് എത്തിച്ചേരുന്ന തുക എത്ര വലുതാണെന്ന് ചിന്തിക്കണം. രണ്ടാമത് സ്പോൺസർഷിപ്പായി കിട്ടിയതാണ് ഇവർക്ക് സാരി. ഈ കല്യാൺ സിൽക്സ് ആണ് ഇവർക്ക് ഒരു നീല സാരി സ്പോൺസർഷിപ്പായിട്ട് കൊടുത്തത്. പിന്നെ ഇവർക്ക് ഈ കുട്ടികളുടെ ഒരുക്കം, ഇവരുടെ ആട ആഭരണങ്ങൾ, ഇതിലെ എല്ലാ കാര്യങ്ങളും സംവിധാനങ്ങളും അവരവര് രക്ഷിതാക്കളുടെ സ്വന്തം പൈസയിലാണ് കൊടുത്തിട്ടുള്ളത്. രക്ഷകർത്താക്കൾക്ക് പോലും ഈ പരിപാടി കാണണം എന്നുണ്ടെങ്കിൽ 2 തരം ടിക്കറ്റാണ് ഇവർ പറഞ്ഞിരുന്നത്. ഹൈക്കോടതിയുടെ ചോദ്യം ഇതാണ്: പണം വാങ്ങിയത് എന്തടിസ്ഥാനത്തിൽ എന്നുള്ളതാണ്. 360 രൂപയ്ക്ക് വാങ്ങിയ സാരി, 390 രൂപയ്ക്ക് കല്യാൺ സിൽസിൽ വാങ്ങിയ സാരി 1,600 രൂപയ്ക്ക് മറിച്ചുവിറ്റ് കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കി. അതുമായി ബന്ധപ്പെട്ടാണ് കോടതിയുടെ ചോദ്യം. പണം വാങ്ങിയത് എന്തടിസ്ഥാനത്തിൽ? സംഘാടകർക്ക് പണം മാത്രം മതി. സാധാരണ മനുഷ്യർ വീണാലും പരിപാടി നിർത്തിവെക്കേണ്ടതല്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് ഉമാ തോമസ് MLA പോലെയുള്ള ഒരാൾ ഗാലറിയിൽ നിന്ന് വീണിട്ടും ഈ പരിപാടി നിർത്തിവെക്കാഞ്ഞത് എന്നതാണ് ചോദ്യം.